ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. സിനിമ ആസ്വാദകരായ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പലപ്പോഴും നമ്മൾ കാത്തിരിക്കാറുണ്ട്, ഈ ആഴ്ച എന്തായിരിക്കും മലയാള സിനിമ നമുക്കായി കരുതി വച്ചിരിക്കുന്നതെന്ന്, അല്ലേ? എന്തൊക്കെ പുതിയ അനുഭവങ്ങളായിരിക്കും ബിഗ് സ്ക്രീനിൽ തെളിയുക എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കാം. ഇന്ന് മലയാള സിനിമയ്ക്കൊരു ആഘോഷമാണ്. തിയേറ്ററിലും OTT പ്ലാറ്റ്ഫോമുകളിലുമായിട്ട് റിലീസ് ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ആഴ്ചയിൽ ഇറങ്ങിയ സിനിമകളിൽ പ്രേക്ഷകന് ധൈര്യമായി പണം മുടക്കി ടിക്കറ്റ് എടുക്കാനും അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിച്ച് കാണാനും കഴിയുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? വാരാന്ത്യത്തിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ശ്രദ്ധ നേടിയതുമായ 2 പ്രധാന ചിത്രങ്ങളുണ്ട്. GR ഇന്ദുഗോപൻ്റെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന വേഷത്തിലെത്തിയ വിലായത്ത് ബുദ്ധ ആണ് ഇതിൽ പ്രധാനം. രണ്ടാമതായി ഒരു പരീക്ഷണാത്മക ത്രില്ലർ സ്വഭാവത്തിൽ വന്നിട്ടുള്ള ഇക്കോ എന്ന ചിത്രവും ഈ ആഴ്ചത്തെ തിയേറ്റർ റിലീസുകളിൽ ശ്രദ്ധേയമായി. തിയേറ്റർ റിലീസുകൾക്കൊപ്പം മലയാളത്തിലെ ശ്രദ്ധേയമായ ചില സിനിമകൾ OTTയിലും സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു കോമഡി മിസ്റ്ററി ജോണറിൽ വന്ന ദ പെറ്റ് ഡിറ്റക്റ്റീവ്, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യുന്ന ആന്തോളജി ചിത്രമായ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്നിവയും ഈ ആഴ്ചത്തെ ഹോം എൻ്റർടൈൻമെൻറ്റ് പട്ടികയിൽ ഇടം നേടി. ആദ്യം തിയേറ്ററിൽ വലിയ ചർച്ചയായ വിലായത്ത് ബുദ്ധയെക്കുറിച്ചും പിന്നാലെ ഇക്കോയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ശേഷം നമുക്ക് OTT റിലീസുകളിലേക്ക് കടക്കാം. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മലയാളത്തിൻ്റെ പ്രിയ താരം പൃഥ്വിരാജ് സുകുമാരൻ ഡബിൾ മോഹനൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. GR ഇന്ദുഗോപൻ്റെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നോവലുകളിൽ ഒന്നാണ് വിലായത്ത് ബുദ്ധ എന്ന നോവൽ. അതുകൊണ്ട് തന്നെ ഒരു നോവൽ സിനിമയാകുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു. ആ നോവലിലെ കഥാപാത്രങ്ങളുടെ രൂപവും ഭാവവും സ്ക്രീനിൽ എങ്ങനെ വരും എന്ന ആകാംക്ഷ. ആ ആകാംക്ഷയോട് ചിത്രം എത്രത്തോളം നീതി പുലർത്തി എന്ന് നമുക്ക് പരിശോധിക്കാം. ചിത്രത്തിൻ്റെ കഥാപരിസരം ഇടുക്കിയാണ്. ഇടുക്കിയിലെ ചന്ദനമോഷണവും ഡബിൾ മോഹനൻ എന്ന ചന്ദനക്കടത്തുകാരനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനുമായുള്ള ഒരു ഗുരുശിഷ്യ ബന്ധവുമാണ് സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. ഇതിനിടെ സ്വാർത്ഥതയും പ്രതികാരവും അതിജീവനവുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. നോവലിൽ നിന്ന് സിനിമയിലേക്കുള്ള മാറ്റങ്ങൾ ഒരു വെല്ലുവിളിയായിരുന്നു. തിരക്കഥാകൃത്ത് നോവലിൻ്റെ ആത്മാവിനെ നിലനിർത്തിക്കൊണ്ട് സിനിമയുടെ ദൃശ്യഭാഷയിലേക്ക് മാറ്റിയെഴുതാനായിട്ട് ശ്രമിച്ചു. ആ ശ്രമം പലപ്പോഴും വിജയിച്ചപ്പോൾ ചിലയിടങ്ങളിൽ പാളിപ്പോയതായിട്ടും കാണാം. ഈ സിനിമയുടെ സാങ്കേതിക വശം എടുത്തു പറയേണ്ട ഒന്നാണ്. ഛായാഗ്രഹണം, ഇടുക്കിയുടെ സൗന്ദര്യവും അവിടുത്തെ ഭൂപ്രകൃതിയും ചന്ദനം ഒളിപ്പിക്കുന്ന രാത്രിയിലെ ദൃശ്യങ്ങളും അതിമനോഹരമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. ഓരോ ഫ്രെയിമും വലിയ ക്യാൻവാസിലുള്ള ഒരു പെയിൻറ്റിങ് പോലെ തോന്നിപ്പിക്കും. പശ്ചാത്തല സംഗീതം എടുക്കുകയാണെങ്കിൽ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളോടും കഥയിലെ ദുരൂഹതകളോടും ചിത്രം ആവശ്യപ്പെടുന്ന ഒരു കടുപ്പമുള്ള ആ ഒരു മൂഡിനോടും പശ്ചാത്തല സംഗീതം പൂർണ്ണമായും നീതി പുലർത്തി എന്ന് വേണം പറയാൻ. ഓരോ രംഗത്തിൻ്റെയും ഭാരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സംഗീതത്തിന് വലിയ പങ്കുണ്ട്. എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ആദ്യ പകുതിയിൽ കഥാസന്ദർഭങ്ങൾ പതിഞ്ഞ താളത്തിലാണ് നീങ്ങുന്നത്. ഇത് ചില പ്രേക്ഷകർക്ക് ഇഴച്ചിലായിട്ട് തോന്നാം. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കഥയുടെ ഗതി തന്നെ മാറി വേഗത്തിലാകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിലുള്ള ഈ വേഗതയിലെ വ്യത്യാസം ഒരു കുറവായി കണക്കാക്കേണ്ടതുണ്ടോ, അതോ ആ കഥ ആവശ്യപ്പെടുന്ന ഒരു മാറ്റമായി കാണേണ്ടതുണ്ടോ എന്നത് പ്രേക്ഷകൻ്റെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും. ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സംശയമില്ലാതെ തന്നെ പൃഥ്വിരാജിൻ്റെ പ്രകടനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡബിൾ മോഹനൻ എന്ന കഥാപാത്രമായി അദ്ദേഹം ജീവിച്ചു എന്ന് പറയുന്നതാവും ശരി. ശരീരഭാഷ, സംസാര രീതി, കട്ടിയുള്ള ഡയലോഗ് ഡെലിവറി എല്ലാം ആ കഥാപാത്രത്തിൻ്റെ തനിമ ചോരാതെ തന്നെ പൃഥ്വിരാജ് അവതരിപ്പിച്ചു. തൻ്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളൊന്നായിട്ട് ഇത് അടയാളപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഷമ്മി തിലകൻ ഉൾപ്പെടെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഭിനേതാക്കളും അവരുടെ വേഷങ്ങൾ മികച്ചതാക്കിയിട്ടുണ്ട്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ കെമിസ്ട്രി ഈ അഭിനേതാക്കളുടെ പ്രകടനത്തിലൂടെയാണ് സ്ക്രീനിൽ നിലനിർത്തുന്നത് തന്നെ. ഈ ചിത്രത്തിൻ്റെ പോസിറ്റീവുകൾ എടുത്താൽ മികച്ച താരപ്രകടനങ്ങളാണ്. എടുത്തു പറയേണ്ട ഛായാഗ്രഹണമുണ്ട്. നോവലിൻ്റെ അന്തരീക്ഷത്തെ തകർക്കാതെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരുക്കൻ സിനിമയുടെ അനുഭവം പ്രേക്ഷകർക്ക് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെഗറ്റീവുകൾ നോക്കുവാണെങ്കിൽ തിരക്കഥയിൽ ചിലയിടങ്ങളിൽ അനുഭവപ്പെട്ട അയവുകൾ,
പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ സിനിമയുടെ ദൈർഘ്യം ഒരു കുറവായി തോന്നാൻ സാധ്യതയുണ്ട്. ചില രംഗങ്ങൾ കൂടുതൽ ലാഗിങ് അനുഭവപ്പെടുത്തി എന്ന് വേണം പറയാൻ. വിലായത്ത് ബുദ്ധ ഒരു മാസ് എൻ്റർടൈനർ എന്നതിലുപരി ഒരു ഗ്രാഫിക് നോവൽ അനുഭവം തരുന്ന ഒരു സിനിമയാണ്. നോവൽ വായിച്ചവർക്ക് ഒരു ദൃശ്യവിസ്മയമായിരിക്കാം. നോവൽ വായിക്കാത്തവർക്ക് ഒരു വ്യത്യസ്തമായ കഥാപാത്രത്തിൻ്റെയും അയാളുടെ അതിജീവനത്തിൻ്റെയും കഥയായിരിക്കും ഇത്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ശ്രദ്ധേയ ചിത്രം ഇക്കോയാണ്. കിഷ്കിന്ദ കാണ്ഡം പോലുള്ള പരീക്ഷണ ചിത്രങ്ങൾ ചെയ്ത ദിൻജിത്ത് അയ്യത്തനാണ് ഇതിൻ്റെ സംവിധായകൻ. വലിയ താരബലമില്ലെങ്കിലും ഒരു നല്ല ത്രില്ലർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിഭാഗം പ്രേക്ഷകരെ ആകർഷിക്കാനായിട്ട് ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതൊരു സ്ലോ ബേൺ ത്രില്ലർ രീതിയാണ് പിന്തുടരുന്നത്. കഥയുടെ കെട്ടുറപ്പും അന്തരീക്ഷ സൃഷ്ടിയുമാണ് ആദ്യ പകുതിയുടെ ലക്ഷ്യം. കഥാപാത്രങ്ങളെയും അവിടുത്തെ ദുരൂഹതകളെയും സ്ഥാപിക്കാൻ സമയമെടുക്കുന്നു. ക്ഷമയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകനെ രണ്ടാം പകുതിയിൽ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ചില ഞെട്ടിക്കുന്ന വഴിത്തിരിവുകളാണ്. ത്രില്ലർ സ്വഭാവം അവസാന നിമിഷം വരെ നിലനിർത്താൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഇക്കയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ശബ്ദ മിശ്രണമാണ്. കാടിൻ്റെ നിശബ്ദതയും ആകാംക്ഷയും ഉണർത്തുന്ന സിനിമയുടെ ഭീതിതമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇതൊരു ഹിപ്നോട്ടിക് ഇഫക്റ്റ് തരുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഛായാഗ്രഹണം എടുക്കുകയാണെങ്കിൽ ബാഹുൽ രമേശിൻ്റെ ക്യാമറ കാടിൻ്റെ ഭംഗിയെയും അതേസമയം അതിൻ്റെ ഭീതിയെയും ഒരേപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. സന്ദീപ് പ്രദീപ് ഉൾപ്പെടെ അപ്രതീക്ഷിതമായി വന്ന താരങ്ങളുടെ പ്രകടനം വളരെ സ്വാഭാവികമായിരുന്നു. വലിയ താരങ്ങളില്ലെങ്കിലും കഥാപാത്രങ്ങളോട് അവർ നീതി പുലർത്തിയിട്ടുണ്ട്. ബോക്സ് ഓഫീസിൽ ഇക്കോ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയില്ലെങ്കിലും സിനിമ കണ്ടിറങ്ങുന്നവരിൽ നിന്ന് മികച്ച മൗത്ത് പബ്ലിസിറ്റി ഈ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. ഒരു പരീക്ഷണ ചിത്രമായി ഇതിനെ കാണാം. ചില കഥാഭാഗങ്ങൾ പൂർണ്ണമാകാതെ വിട്ടത് ഒരു കുറവായി തോന്നാമെങ്കിലും സിനിമ നൽകുന്ന മൊത്തത്തിലുള്ള ത്രില്ലർ അനുഭവം ഈ ആഴ്ചയിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിട്ട് ഇക്കോയെ മാറ്റുന്നു. ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായി ഈ സിനിമ തിരഞ്ഞെടുക്കാം. അടുത്തത് OTT റിലീസുകളിലെ തിരഞ്ഞെടുപ്പുകളാണ്. OTT സാധ്യതകൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത ശേഷവും OTTയിലെത്തിയ ചിത്രങ്ങൾക്കും തിയേറ്റർ റിലീസില്ലാതെ നേരിട്ട് OTTയിലെത്തിയ പുതിയ സിനിമകൾക്കും വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ ആഴ്ചത്തെ OTT റിലീസുകളിൽ രണ്ടെണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ഒരു പടമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കോമഡി മിസ്റ്ററി ജോണറിലുള്ള ചിത്രമാണിത്. ഒരു പെറ്റ് ഡിറ്റക്റ്റീവായി ഷറഫുദ്ദീൻ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കോമഡി ട്രാക്കിലുള്ള സ്വാഭാവികമായ അഭിനയം ഈ ചിത്രത്തിൻ്റെ നട്ടലാണ്. വലിയ ട്വിസ്റ്റുകളോ സങ്കീർണതകളോ ഇല്ലാത്ത ഒരു ചിരിപ്പടം എന്ന രീതിയിൽ ചിത്രം വിജയിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ലളിതമായ ഒരു എൻ്റർടൈനർ. കുടുംബ പ്രേക്ഷകർക്ക് ധൈര്യമായി കാണാവുന്ന ഒരു ചിത്രമാണിത്. OTT പ്ലാറ്റ്ഫോമുകൾ ആന്തോളജി സിനിമകൾക്ക് ഒരു വലിയ സാധ്യത തുറന്നു കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത സംവിധായകർ, വ്യത്യസ്ത വിഷയങ്ങൾ. ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന ഈ ആന്തോളജി ചിത്രത്തിലും വിവിധ കഥാവിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്രണയം, പ്രതികാരം, ഏകാന്തത തുടങ്ങിയ പല ഷെയ്ഡുകൾ ഈ സിനിമയിൽ നമുക്ക് കാണാം. ഇതിലെ ഓരോ കഥാഭാഗവും ഓരോ പ്രേക്ഷകന് ഓരോ രീതിയിൽ അനുഭവപ്പെടാം. കൂട്ടത്തിൽ മികച്ച ഷെയ്ഡ് ഏതാണ് എന്നത് ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് പല ജീവിതാനുഭവങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ തിരഞ്ഞെടുക്കാം. ഈ ആഴ്ച മലയാള സിനിമയ്ക്ക് അതിൻ്റെ വ്യത്യസ്തമായ ജോണറുകളിലൂടെ ഒരു വലിയ സംഭാവന തന്നെയാണ് നൽകിയത്. മാസ് ചിത്രങ്ങളും ത്രില്ലറും കോമഡിയും ആന്തോളജിയും എല്ലാം ഒരേ ആഴ്ചയിൽ വന്നു എന്ന് വേണം പറയാൻ. തിയേറ്റർ വേഴ്സസ് OTT എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. വിലായത്ത് ബുദ്ധ, ഇക്കോ പോലുള്ള ചിത്രങ്ങൾ ബിഗ് സ്ക്രീനിൽ തന്നെ കാണേണ്ട ദൃശ്യാനുഭവങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ദ പെറ്റ് ഡിറ്റക്റ്റീവ് പോലുള്ളവ വീട്ടിലിരുന്ന് ആസ്വദിക്കാനുള്ള നല്ലൊരു ഓപ്ഷനും നൽകുന്നുണ്ട്. എല്ലാ ചിത്രങ്ങളും നല്ലതാണെങ്കിലും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മികച്ച സാങ്കേതിക മികവിനും അതുപോലെ തന്നെ ഒരു മികച്ച ത്രില്ലർ അനുഭവത്തിനും വേണ്ടി നിങ്ങൾക്ക് ഇക്കോ തിരഞ്ഞെടുക്കാം. ഒരു മാസ് എൻ്റർടൈനർ കാണാനാണ് ആഗ്രഹമെങ്കിൽ ശക്തമായ പ്രകടനങ്ങൾ കാണാനായി വിലായത്ത് ബുദ്ധ കാണുക. വീട്ടിലിരുന്ന് കുടുംബത്തോടൊപ്പം ചിരിച്ചുകൊണ്ട് കാണാനാണെങ്കിൽ ദ പെറ്റ് ഡിറ്റക്റ്റീവാണ് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ടവരെ, സിനിമ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് നൽകുന്നത്. ഞാൻ പറഞ്ഞ ഈ അഭിപ്രായങ്ങളെല്ലാം സിനിമ കാണാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം അല്ലെങ്കിൽ ഒരു വഴികാട്ടി മാത്രമാണ്. എൻ്റെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ മലയാള സിനിമ കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നമുക്കിനിയും ചർച്ച ചെയ്യാം.
അടുത്ത ആഴ്ചയിലെ പുതിയ വിശേഷങ്ങളുമായി പുതിയ സിനിമാ വിശേഷങ്ങളുമായി വരുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.